മുനമ്പത്ത് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശനം നടത്തുന്നു. ആദ്യമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്ത് എത്തുന്നത്. പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മുനമ്പം പള്ളി പാരിഷ് ഹാളിൽ വെച്ച് കമ്മീഷൻ പ്രദേശവാസികളുമായി സംസാരിക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത മാസം സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നു. അതിൽ 2 സ്ഥലത്ത് 3 പോർഷൻ അതിനാല് 2 പോർഷൻ ബണ്ട് കിട്ടിത്തിരിക്കുകയും ഇവരുടെ കൈവശത്തിലുള്ളത് കുറ്റിയിട്ട് തിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതായത് അതിനകത്തെ അതിരുകൾ ഉടമസ്ഥന്മാർ തമ്മിലുള്ളൊരു ധാരണയാണ്. അത് കുറ്റിയടിച്ചൊക്കെ തിരിച്ചേക്കുകയാണ്. എന്നിട്ട് പ്രൊപ്പോർഷണൽ ബേസിലാണ് മീനിന്റെ ആദായം എടുക്കുന്നത്. 5 ഏക്കർ ഉള്ളതിനും 10 ഏക്കർ ഉള്ള ഒരാളുടെ ഇരട്ടി പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ അത് ശരി. അപ്പൊ അതിലെ ഡിവിഷൻ ഇല്ല, അതിരുകളില്ല. ആസിഫ് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. ആസിഫ്, കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് അവിടേക്ക് എത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞിരിക്കുന്നത് കമ്മീഷൻ? ലക്ഷ്മി, തീർച്ചയായും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അല്പം മുമ്പാണ് ഈ മുനമ്പത്ത് എത്തിയത്. ഈ പ്രദേശം ഈ തർക്കഭൂമിയായി നിലനിൽക്കുന്ന പ്രദേശം കമ്മീഷൻ സന്ദർശിച്ചു. വിവിധ ആളുകളുമായി ആ പ്രദേശത്ത് കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നത് ഇനി എത്ര ഭൂമി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവശേഷിക്കുന്ന ഭൂമിയുടെ ആധാരമടക്കമുള്ള രേഖകൾ, വില്ലേജ് ഓഫീസറുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും കമ്മീഷൻ റിപ്പോർട്ട് നൽകുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കക്ഷികളെയും കമ്മീഷൻ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇനി പ്രധാനമായും വഖഫ് ബോർഡിനെ മാത്രമാണ് പ്രധാനമായും കേൾക്കാനുള്ളത്. അതിന്റെ അപ്പുറത്തേക്കുള്ള കക്ഷികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുനമ്പം കമ്മീഷൻ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമരസമിതി പ്രവർത്തകർ നേരിട്ട് സ്ഥലത്തെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങളും ആവലാതികളും എല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതോടൊപ്പമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റവന്യൂ രേഖകളുടെ പരിശോധനകൾ തുടരുന്നുണ്ട്. ഈ ഫറൂഖ് കോളേജിന്റെ ഭൂമിയുടെ 480 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഇനി പകുതി പോലും ഇവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് പല റവന്യൂ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകുതിയിലേറെ ഭൂമിയും കടലെടുത്ത് പോയ സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇതിന്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നടന്നത്, ഏത് കാലത്താണ് നടന്നത്, ഇപ്പോൾ ഇവിടെയുള്ള ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കമ്മീഷൻ വിശദമായി പരിശോധനാ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോടതികളിൽ അടക്കം വലിയ രീതിയിൽ നീണ്ടുനിന്ന തർക്കങ്ങൾക്കെല്ലാം ഒടുവിൽ ഈ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങളടക്കം താൽക്കാലികമായെങ്കിലും റദ്ദ് ചെയ്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായി മുനമ്പം നിവാസികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി തങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ അടക്കം തിരിച്ചു കിട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ നിവാസികൾക്ക് ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ മുനമ്പം കമ്മീഷന് മുമ്പിൽ അവർ അവരുടെ രേഖകളും ആവലാതികളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കമ്മീഷൻ എന്തായാലും നേരിട്ട് ഇവിടെ എത്തി ഈ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആ ഒരു കമ്മീഷൻ സന്ദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് ഈ പള്ളിയുടെ പാരിഷ് ഹാളിന് മുമ്പിൽ പ്രത്യേകമായി ഈ സമരപ്പന്തലിന് സമീപം തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾ പറയാനുള്ളത് മുഴുവൻ കമ്മീഷൻ കേൾക്കുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജനങ്ങൾ ഇവിടെ ഒരു നിവേദനം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ മാധ്യമങ്ങളോട് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജനുവരി 10 തന്നെ ഹിയറിംഗ് ആരംഭിക്കുകയും ഫെബ്രുവരി 30 മുമ്പ് തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ വഖഫ് ബോർഡിന്റെ മറുപടിക്ക് ശേഷമായിരിക്കും ഒരു ഹിയറിംഗ് ആരംഭിക്കുക. 10-ാം തീയതിക്ക് മുമ്പ് തന്നെ വഖഫ് ബോർഡിന്റെ മറുപടി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കമ്മീഷന്റെ സന്ദർശനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്പസമയത്തിനകം തന്നെ അവസാനിക്കുകയും ചെയ്യും. ആസിഫ് മുഹമ്മദാണ് മുനമ്പത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.